സോ ഹലോ എവരിവൺ, എല്ലാവർക്കും എജു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC ഫിസിക്സ് പുതിയ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമായ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങൾ എന്ന പാഠഭാഗമാണ് പഠിക്കാനായി പോകുന്നത്. ഈ വീഡിയോയിൽ ഈ പാഠത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വീഡിയോ മുഴുവനായും കണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എജു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ദോലന ചലനം, അതായത് ഓസിലേറ്ററി മോഷൻ. ആദ്യം നോക്കാം ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്താണെന്ന്. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം അഥവാ ഓസിലേഷൻ. ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് അബൌട്ട് ഇറ്റ്സ് മീൻ പൊസിഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് ഓസിലേഷൻ. അതായത് ഒരു പോയിന്റിനെ ആസ്പദമാക്കിയുള്ള ഇരുവശങ്ങളിലേക്കുമുള്ള ചലനമാണ് ദോലനം. നമുക്ക് നോക്കാം ദോലന ചലനത്തിലുള്ള ഉദാഹരണങ്ങൾ. എക്സാമ്പിൾസ് ഫോർ ഓസിലേറ്ററി മോഷൻ. ആദ്യമായി തന്നെ ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. നമുക്കറിയാം അത് ഈ തരത്തിലുള്ളൊരു മോഷനാണ് ഉണ്ടായിരിക്കുന്നത്. അത് ദോലന ചലനത്തിലുള്ള ഒരു ഉദാഹരണമാണ്. അടുത്തതായി ഫ്രീലി ഹാങ്ങിങ് ബോബ്. നമ്മൾ സിമ്പിൾ പെൻഡുലമെല്ലാം കണ്ടിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ഒരു ബോബ് ഇങ്ങനെ നിന്ന് ആടുന്നത്, അതും ഓസിലേറ്ററി മോഷന് ഒരു ഉദാഹരണമാണ്. ട്യൂണിംഗ് ഫോർക്ക്, അത് നമ്മൾക്ക് വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. തുടങ്ങിയതാണ് എക്സാമ്പിളുകൾ. നമുക്ക് വളരെ പ്രാക്ടിക്കലായി കാണാൻ സാധിക്കുന്നതാണ് പക്ഷികളുടെ ചിറകടിക്കലും അതോടൊപ്പം തന്നെ ഹൃദയമിടിപ്പും, കൂടാതെ സംഗീത ഉപകരണങ്ങളുടെ കമ്പികളും. ഇതൊക്കെയാണ് ഓസിലേറ്ററി മോഷൻ്റെ ഉദാഹരണങ്ങൾ. അടുത്തതായി വളരെ പ്രധാനപ്പെട്ടത് ഊഞ്ഞാലാട്ടം അല്ലെങ്കിൽ സ്വിങ്ങിങ്. ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്നും ദോലനം ആരംഭിക്കുന്ന സ്ഥാനം ചിത്രത്തിൽ O എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇവിടെ നിന്നാണ് ഊഞ്ഞാലിൻ്റെ ആട്ടം തുടങ്ങുന്നത്. തുലനസ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്ക് പരമാവധി സ്ഥാനാന്തരം A എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഇവിടെ നിന്നും ഇവിടത്തേക്ക് ചലിക്കുകയാണ് ഉണ്ടാവുന്നത്. ദോലനം പൂർത്തിയാക്കുമ്പോൾ അത് തുടങ്ങിയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്തേണ്ടതാണ്. അതായത് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടേക്ക് പോയി ഇവിടേക്ക് തന്നെ എത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാകുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി സ്ഥാനാന്തരമാണ് ആംപ്ലിറ്റ്യൂഡ്. അതിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. അതേപോലെ പീരിയഡ് എന്നാൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ ആണ് പീരിയഡ് എന്ന് പറയുന്നത്. അടുത്തതായി പീരിയഡിൻ്റെ ഇക്വേഷനാണ് ദോലനങ്ങൾക്കായി ആകെ എടുത്ത സമയം ഡിവൈഡഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം. അതായത് ടോട്ടൽ ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അടുത്തതായി ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്നതിൻ്റെ ഇക്വേഷനാണ് ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ദോലനങ്ങൾക്കായി എടുത്ത ആകെ സമയം. നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതായത് ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ SI യൂണിറ്റ് ഹെർട്സ്. ഇത് നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ടൈം പീരീഡിൻ്റെ യൂണിറ്റാണ് സെക്കൻഡ്. അടുത്തതായി പെൻഡുലത്തിൻ്റെ പീരീഡിൻ്റെ സമവാക്യം അനുസരിച്ച് പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. നമുക്കറിയാം പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ T = 2π√L/g. അതായത് പെൻഡുലത്തിൻ്റെ നീളം കൂടുന്തോറും ആവൃത്തി അഥവാ ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. ആവൃത്തിയുടെ മറ്റ് യൂണിറ്റുകൾ നോക്കാം. 1 കിലോ ഹെർട്സ് എന്നാൽ 1000 ഹെർട്സ്. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് പീരിയഡ് എന്നതാണ്. അതായത് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധമാണ് F = 1/T. അതായത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി എന്ന് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, പ്രോബ്ലത്തിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഇക്വേഷനാണ്.
അടുത്തതായി ചിത്രത്തിൽ ട്യൂണിംഗ് ഫോർക്കുകൾ നൽകിയിട്ടുണ്ട്. ട്യൂണിംഗ് ഫോർക്കുകൾ നമുക്കറിയാം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് ആവൃത്തി വളരെ എളുപ്പത്തിൽ വ്യക്തമാക്കാൻ സാധിക്കും. അപ്പോൾ ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. വസ്തുവിൻ്റെ നീളം, വലിപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, സൈസ്, ഇലാസ്റ്റിസിറ്റി, ദ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ എന്നിവയാണ് ഫ്രീക്വൻസിയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്. അടുത്തതായി പ്രണോദിത കമ്പനവും അനുനാദവും അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തുവിനെ കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒക്കേഴ്സ് വെൻ ആൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ്സ് ഡ്യൂ ടു ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് മറ്റൊരു ഫോഴ്സ് കാരണം ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. നമുക്കതിന് ഉദാഹരണം നോക്കാം. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിക്കുമ്പോൾ മേശ കമ്പനം ചെയ്യുന്നു. ഇവിടെ മേശയുടെ കമ്പനത്തിന് കാരണമായി വരുന്നത്, അതായത് മേശയുടെ വൈബ്രേഷന് കാരണമായി വരുന്നത് ആ മിക്സിയാണ്. അതിനാൽ ഇവിടെ അത് ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. അടുത്തതായി ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിളുകളാണ് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്കിത് വായിക്കാവുന്നതാണ്. അടുത്തതായി അനുനാദ വായുയൂപം, അതായത് റെസൊണൻസ് കോളം. എന്താണെന്ന് വെച്ചാൽ ഒരു PVC പൈപ്പ് പൂർണ്ണമായും ജലത്തിൽ താഴ്ത്തി വെച്ച് ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് പൈപ്പിൻ്റെ വായുഭാഗത്ത് പിടിക്കുക. പൈപ്പ് ക്രമമായി ഉയർത്തി പൈപ്പിനുള്ളിലൂടെ ഉള്ള വായുയൂപത്തിൻ്റെ നീളം വ്യത്യാസപ്പെടുത്തി ഒരു ഘട്ടം എത്തുമ്പോൾ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നതായി നമുക്ക് അനുഭവിക്കാവുന്നതാണ്. ഇത് പ്രയോഗപ്പെടുത്തുന്ന കുറച്ച് സന്ദർഭങ്ങളുണ്ട്, നമുക്ക് നോക്കാം. MRI സ്കാൻ, റേഡിയോ ട്യൂണിംഗ്, ഗിറ്റാർ, വയലിൻ, വീണ തുടങ്ങിയ സംഗീതോപകരണങ്ങളിൽ, സ്റ്റെതസ്കോപ്പ്, മെഗാഫോൺ തുടങ്ങിയവയിലെല്ലാം റെസൊണൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തതായി വളരെ പ്രധാനപ്പെട്ടതാണ് തരംഗചലനം, അതായത് വേവ് മോഷൻ. ഇവിടെ നമുക്ക് വേവ് മോഷനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ളവ, അതായത് ദോസ് റിക്വയറിംഗ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. രണ്ടാമതായി പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്തവ, ദോസ് നോട്ട് റിക്വയറിംഗ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ആദ്യമായി മീഡിയം അഥവാ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങൾ നോക്കാം. സീസ്മിക് തരംഗം, ശബ്ദ തരംഗം, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. അടുത്തതായി പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്തവ, അതായത് മീഡിയം ആവശ്യമില്ലാത്തത് റേഡിയോ വേവ്, ലൈറ്റ് വേവ് ആൻഡ് എക്സ്റേ വേവ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി തരംഗങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. യാന്ത്രിക തരംഗങ്ങൾ, അതായത് മെക്കാനിക്കൽ വേവ്, വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇവിടെ യാന്ത്രിക തരംഗങ്ങൾ, അതായത് മെക്കാനിക്കൽ വേവിനെ രണ്ടായി വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. അനുപ്രസ്ഥ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ്, അനുദൈർഘ്യ തരംഗം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ്സ് എന്താണെന്ന് നോക്കാം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളെ യാന്ത്രിക തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. Waves that require a medium for propagation are called mechanical waves. There are two types of mechanical waves, transverse wave and longitudinal wave. അനുപ്രസ്ഥ തരംഗങ്ങൾ, അനുദൈർഘ്യ തരംഗങ്ങൾ. അടുത്തതായി വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളെ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. Waves that do not require a medium for propagation are called electromagnetic waves. Example, visible light, radio waves, microwaves, etc. അടുത്തതായി നിങ്ങളുടെ പരീക്ഷയിൽ ഏതൊരു യൂണിറ്റ് ടെസ്റ്റ് എടുത്താലും അല്ലെങ്കിൽ മെയിൻ പരീക്ഷയ്ക്കായാൽ കൂടിയും ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അതായത് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും തമ്മിലുള്ള
വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്യാൻ ഇത് ഇപ്പോൾ തന്നെ പഠിക്കുന്നതായിരിക്കും വളരെ ഉചിതം. നമുക്ക് നോക്കാം. അനുപ്രസ്ഥ തരംഗങ്ങൾ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുന്നത്. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു. ക്രസ്റ്റ് ആൻഡ് ട്രോഫ്സ് ആർ ഫോംഡ്. മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല. ദർ ആർ നോ പ്രഷർ വേരിയേഷൻ ഇൻ ദി മീഡിയം. എക്സാമ്പിൾ, ജലനിരപ്പിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. വേവ്സ് ഫോംഡ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. അപ്പോൾ അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അടുത്തതായി അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് ദി വേവ്. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു. റെഗുലസ് ഓഫ് കംപ്രഷൻ ആൻഡ് റെയർഫ്രാക്ഷൻ ആർ ഫോംഡ്. മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ദർ ആർ പ്രഷർ വേരിയേഷൻസ് ഇൻ ദി മീഡിയം. എക്സാമ്പിൾ, സൗണ്ട് വേവ്സ് ആൻഡ് സീസ്മിക് വേവ്സ്. അടുത്തതായി തരംഗങ്ങളുടെ സവിശേഷതകളാണ്. ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്, പീരിയഡ് ആവൃത്തി ഫ്രീക്വൻസി, തരംഗദൈർഘ്യം വേവ് ലെങ്ത് എന്നിവയാണ് തരംഗങ്ങളുടെ അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്. ആദ്യമായി ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്താണെന്ന് നോക്കാം. തുലനസ്ഥാനത്ത് നിന്നുമുള്ള പരമാവധി സ്ഥാനാന്തരം, ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദി മീൻ പൊസിഷൻ. അടുത്തതായി പീരിയഡ്, ഒരു പൂർണ്ണ തരംഗ ചലനത്തിന് ആവശ്യമായ സമയം, ദ ടൈം റിക്വയർഡ് ഫോർ വൺ കംപ്ലീറ്റ് വേവ് ഓസിലേഷൻ. അടുത്തതായി ആവൃത്തി, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന പൂർണ്ണ തരംഗങ്ങളുടെ എണ്ണം, ദ നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. അടുത്തതായി തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്, സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾക്കിടയിലുള്ള ദൂരം, അതായത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് പാർട്ടിക്കിൾസ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ, ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ടു കൺസിക്യൂട്ടീവ് ട്രോഫ്സ്. ഇതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി തരംഗവേഗം അഥവാ വേവ് വെലോസിറ്റി ആണ്. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്, അതാണ് വേവ് വെലോസിറ്റി. അടുത്തതായി റിലേഷൻ ബിറ്റ്വീൻ വേവ് സ്പീഡ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. വേവ് സ്പീഡ് ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. അതായത് വേവ് സ്പീഡിനെ V എന്ന് എടുത്താൽ വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. ഇതിനെ ലാംഡ എന്നാണ് വേവ് ലെങ്ത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. V ഈക്വൽ ടു ലാംഡ ഇൻറ്റു F. അതായത് തരംഗവേഗം ഈക്വൽ ടു തരംഗദൈർഘ്യം ഇൻറ്റു ആവൃത്തി. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. F ഈസ് പ്രപ്പോർഷണൽ ടു 1/λ. ഇതുകൂടി ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ശബ്ദത്തിൻ്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിഫലിപ്പിക്കും. ആവർത്തിച്ചു വരുന്ന ശബ്ദതരംഗങ്ങൾ വീണ്ടും പ്രതിഫലിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം ഒച്ചയുണ്ടാക്കുന്നു, അതായത് നോയ്സ് ഉണ്ടാക്കുന്നു. സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് സൗണ്ട് ബെറ്റർ ദാൻ റഫ് സർഫസ്. കൂടാതെ റിവർബേഷൻ കോസസ് നോയ്സ്. അടുത്തതായി പ്രതിധ്വനി അഥവാ എക്കോ. നമ്മൾ ഡെയിലി പറയാറുള്ളതാണ് എക്കോ എന്നുള്ള വാക്ക്. അതായത് ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിഫലിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി അഥവാ എക്കോ. എക്കോ ഈസ് ദ ഫിനോമിനൻ ഓഫ് ഹിയറിംഗ് ദ സെയിം സൗണ്ട് അഗെയിൻ ആഫ്റ്റർ ദി ഒറിജിനൽ സൗണ്ട് ഈസ് ഹേർഡ്. ഒരു ശബ്ദം നമ്മളിൽ 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഈ പ്രതിഭാസമാണ് എക്കോ. അടുത്തതായി അനുരണനം
അഥവാ റീവർബറേഷൻ. ഒരു ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിഫലത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം. പ്രൊലാങ്ങേഷൻ ഓഫ് സൗണ്ട് ഡ്യൂ ടു റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ആഫ്റ്റർ എ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഗ്രാജ്വലി ഫേഡ്സ് എവേ. അടുത്തതായി അനുരണനം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, അതായത് മെത്തേഡ്സ് ടു റെഡ്യൂസ് റീവർബറേഷൻ നോക്കാം. വലിയ സിനിമാ ഹാളുകളിൽ പരുപരുത്ത പ്രതലങ്ങളും കർട്ടനുകളും ഉപയോഗിക്കുന്നു. യൂസ് റഫ് സർഫസസ് ആൻഡ് കർട്ടൻസ് ഇൻ സിനിമാ ഹാൾസ്. വീടുകളിലെ മടക്കുകളുള്ള കർട്ടനുകളുടെ ഉപയോഗം. യൂസ് ഓഫ് ഫോൾഡഡ് കർട്ടൻസ് ഇൻ ഹൗസസ്. സ്പോഞ്ചിൻ്റെ ഉപയോഗം. യൂസ് ഓഫ് സ്പോഞ്ച്. ഇങ്ങനെ നമുക്ക് റിവർബറേഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി ശ്രവണ പരിധി അഥവാ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന പരമാവധി ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ്, അതായത് മാക്സിമം ഫ്രീക്വൻസി മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. ഇത് വൺ വേർഡിനായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതേപോലെ 20 ഹെർട്സിന് താഴെ ഫ്രീക്വൻസിയുള്ള സൗണ്ട് വേവ്സിനെ ഇൻഫ്രാസോണിക് വേവ്സ് എന്നും, സൗണ്ട് വേവ്സ് വിത്ത് ഫ്രീക്വൻസി എബവ് 20,000 ഹെർട്സ് ആർ കോൾഡ് അൾട്രാസോണിക് വേവ്സ് എന്നും വിളിക്കുന്നു. അടുത്തതായി അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. ആപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ് ടു ബ്രേക്ക് കിഡ്നി സ്റ്റോൺസ്, അതായത് വൃക്കയിലെ കല്ലുകൾ പൊടിച്ചു കളയാൻ. ഫിസിയോതെറാപ്പി. അതേപോലെ സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ നിശ്ചിത ആകൃതിയില്ലാതെ യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന്. ടു ക്ലീൻ സ്പൈറൽ ഷേപ്ഡ് ട്യൂബ്സ്, ഇറഗുലർ മെഷീൻ പാർട്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ് എക്സെട്ര. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് സോണാർ എന്ന ഉപകരണത്തിൽ ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലം കണ്ടെത്തുന്നതിന്. സോണാറിൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്ങിന് അൾട്രാസോണിക് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക് വേവ്സ് എന്നാൽ 20,000 ഹെർട്സിന് മുകളിൽ ഫ്രീക്വൻസിയുള്ള വേവുകളെയാണ് അൾട്രാസോണിക് വേവ്സ് എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി സീസ്മിക് തരംഗങ്ങളും സുനാമിയും. സീസ്മിക് വേവ്സ് ആൻഡ് സുനാമി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെയോ തീരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾക്ക് കാരണമാകാം. കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീകരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. earthquakes that occur on ocean floor or in coastal regions can sometimes cause tsunami waves. അടുത്തതായി വളരെ പ്രധാനപ്പെട്ടതും നാം അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാന കാര്യമാണ് സുനാമിയിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ, അതായത് വേസ് ടു സ്റ്റേ സേഫ് ഡ്യൂറിങ് എ സുനാമി നോക്കാം. ഉയർന്ന സമതലത്തിലേക്ക് കടൽ തീരത്ത് നിന്ന് കടൽ ക്രമാതീതമായി പിൻവാങ്ങുന്നത് സുനാമിയുടെ മുന്നറിയിപ്പ് എന്ന നിലയിൽ എടുക്കുക. ടേക്ക് ദ സഡൻ റിസീഡിംഗ് ഓഫ് സീ വാട്ടർ ഫ്രം ദിസ് ഷോർ ആസ് വാർണിംഗ് സൈൻ ഓഫ് ആൻ അപ്രോച്ചിങ് സുനാമി. അതോടെ അപകടം അവസാനിച്ചു എന്ന് കരുതരുത്, പകരം ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുക. ഡു നോട്ട് അസ്യൂം ദ ഡേഞ്ചർ ഈസ് ഓവർ ബൈ യുവർ സെൽഫ്, ഇൻസ്റ്റെഡ് വെയിറ്റ് ഫോർ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. ജീവൻ അമൂല്യമായതിനാൽ നിങ്ങളുടെ സ്വത്തല്ല, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക. ലൈഫ് ഈസ് പ്രഷ്യസ്, സോ ഫോക്കസിങ് ഓൺ സേവിങ് യുവർ ലൈഫ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, സുനാമിയിൽ അകപ്പെട്ടാൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ മുറുകെ പിടിച്ച് സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുക. ഇഫ് കോട്ട് ഇൻ എ സുനാമി, ട്രൈ ടു ഹോൾഡ് എ ടൈറ്റ്ലി ഓർ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ആൻഡ് അറ്റംപ്റ്റ് ടു സേവ് യുവർ സെൽഫ്. ഇതോടുകൂടി നമ്മൾ ആദ്യ ചാപ്റ്ററായ ശബ്ദതരംഗങ്ങൾ അഥവാ സൗണ്ട് വേവ്സിലെ മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.